2 പതിറ്റാണ്ടിലധികമാണ് ക്രിസ്തുവിശ്വാസത്തെ പ്രതി 72 വയസ്സുള്ള അൻവർ കന്നത്ത് പാകിസ്ഥാനിൽ ഇതുവരെ ജയിൽവാസം അനുഭവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 24 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ജയിൽ മോചിതനായിരിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം പ്രകടിപ്പിച്ച് ഒരു മുസ്ലിം പണ്ഡിതന് എഴുതിയ കത്ത് കാരണമാണ് അൻവർ കന്നത്തിനെതിരെ മതനിന്ദാ കുറ്റം ചുമത്തി ജയിലടച്ചത്. 48 വയസ്സുള്ളപ്പോഴാണ് അൻവർ കന്നത്തിനെ 2001 മതനിന്ദാ കുറ്റം ചുമത്തി പാകിസ്ഥാൻ അധികാരികൾ അറസ്റ്റ് ചെയ്തത്. പിന്നീട് 2002 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 18 ഇദ്ദേഹത്തെ പാകിസ്ഥാനിലെ ലാഹോർ കോടതി പാകിസ്ഥാൻ പീനൽ കോഡ് 295C വകുപ്പ് പ്രകാരം ഇസ്ലാമിന്റെ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തി എന്നതിന് പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ട് വധശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും ഈടാക്കി വിധിച്ചത്. എന്നാൽ 2014 ലാഹോർ ഹൈക്കോടതി ശരിവെച്ച വധശിക്ഷ നടപ്പാക്കിയിരുന്നില്ല. അതേസമയം 2024 ക്രിസ്ത്യൻ സോളിഡാരിറ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ ബാർ കൗൺസിൽ അഡ്വക്കേറ്റായി സേവനം ചെയ്യുന്ന റാണ അബ്ദുൽ ഹമീദ് ഖാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ അൻവർ കന്നത്തിനു വേണ്ടി അപ്പീൽ നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി 2024 ജൂൺ 30 വധശിക്ഷ റദ്ദു ചെയ്യുകയുമായിരുന്നു. പ്രാർത്ഥനയുടെയും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിലാണ് 2025 ഒക്ടോബർ 21 ഫൈസലാബാദ് സെൻട്രൽ ജയിലിൽ നിന്ന് കന്നത്ത് മോചിതനാകുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കേസ് എന്നാണ് അൻവർ കന്നത്തിന്റെ കേസിന്റെ അഭിഭാഷകൻ വിശേഷിപ്പിക്കുന്നത്. അതേസമയം മനുഷ്യാവകാശ സംഘടനകളും ഈ കേസിനെ കുറിച്ച് ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അൻവർ നിരപരാധിയാണെന്നും അദ്ദേഹം മതനിന്ദ നടത്തിയിട്ടില്ലെന്നും അഭിഭാഷകൻ പിന്നീട് ചൂണ്ടിക്കാണിച്ചെങ്കിലും ഭീഷണികളും സമ്മർദ്ദങ്ങളും കാരണം മുൻപ് തന്നെ ഈ കേസ് ഏറ്റെടുക്കുവാൻ ആരും മുന്നോട്ട് വന്നിരുന്നില്ല എന്നതാണ് വാസ്തവം. അതേസമയം പാകിസ്ഥാനിൽ 1987 മതനിന്ദാ കുറ്റത്തിന് നിയമം വന്നതിനു ശേഷം ഏകദേശം 2000-ലധികം ആളുകൾ ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഏകദേശം 80-ലധികം ആളുകൾ നിയമവിരുദ്ധമായി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.